സിനിമാ തിയേറ്ററിലേക്ക് ആരും വരാത്തത് കൊണ്ട് സിനിമാ തിയേറ്റർക്ക് ഓണേഴ്സ് ഇപ്പം എന്ത് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമാ തിയേറ്ററിലും ബാറുകളും അതേപോലെ ആൾക്കാർക്ക് വന്നിരുന്ന് സമാധാനത്തിൽ കഞ്ചാവൊക്കെ വലിക്കാനുള്ള സ്ഥലവും അവരുണ്ടാക്കാൻ പോകുക. ആരും പേടിക്കുമൊന്നും വേണ്ട. ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലൊന്നുമല്ല, ഇത് അങ്ങ് അമേരിക്കയിലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ. ഈ ജെൻസിയും ജെൻ ആൽഫയൊക്കെ ഈ സ്ട്രീമേഴ്സിൻ്റെ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവർക്ക് വേറെ ഒന്നും കാണാനോ ഒന്നും ചെയ്യാനോ സമയമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് പവേഴ്സ് ഉള്ളത് മില്ലേനിയൽസിനാണെങ്കിൽ ഫുള്ള് ജോലിയും പ്രാരാബ്ദും കുട്ടിയും കുടുംബവും ഒക്കെ ആയിട്ട് വേറെ വഴിയിൽ ബിസിയാണ്. അവർക്കിപ്പോൾ പോയി എല്ലാ സിനിമയും കാണാനൊന്നും സമയമില്ല, പൈസയില്ല. അമേരിക്കയിൽ നമ്മുടെ PVR ഇനോക്സ് ഒക്കെ പോലുള്ള കമ്പനീസാണ് AMC റീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയിൻസ്. അവരൊക്കെ വൻ നഷ്ടത്തിലാണ്. അപ്പോൾ ഓരോ പ്ലാൻസ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്ത ആൾക്കാരെ വരുത്താൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ AMCയും റീഗലിൻ്റെയൊക്കെ പല സെലക്റ്റഡ് ഔട്ട്ലെറ്റിലെല്ലാം ഈ ബാർസും ഈ കോക്ടെയിൽ ലോഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവരെന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിയേറ്റേഴ്സിലും ഇങ്ങനെ ഒരു ലക്ഷറി എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാർസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതേപോലെ ഗെയിംസ് ഇല്ലേ, ഈ ബൗളിംഗ് ആലിയൊക്കെ ഇല്ലേ, ബൗളിംഗ് ചെയ്യുന്ന ആ ഒരു സംഭവം, അത് ഈ ടേബിൾ ടെന്നീസ് പോലെ പിങ് പോങ് പോലത്തെ അങ്ങനത്തെ കുറേ ഗെയിംസ് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സിനിമാ തിയേറ്ററിൻ്റെ അകത്ത്. ഇപ്പം ചെറിയ കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ, വലിയ ആൾക്കാർക്ക് ബാറിലേക്ക് പോകും. പിന്നെ അതേപോലെ ഈ വീടൊക്കെ ലീഗലായിട്ടുള്ള ന്യൂയോർക്ക് പോലത്തുള്ള സ്റ്റേറ്റ്സിൽ അവർക്ക് ഈ സമാധാനമായിട്ട് വന്ന് ഈ ജോയിൻ്റ് ഒക്കെ വലിക്കാനുള്ള സ്ഥലവും അവർ തന്നെ ഉണ്ടാക്കും. ഇതൊക്കെ അവിടെ ലീഗലാണല്ലോ, അപ്പോൾ അവിടെ എന്തുകൊണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ കുറേ പരിഷ്കാരങ്ങൾ ചെയ്യാൻ പ്ലാൻ ഇടുകയാണ് വലിയ വലിയ സിനിമ ചെയിൻസ് അമേരിക്കയിൽ. നമ്മുടെ നാട്ടിൽ ഇത്രയൊന്നും വന്നില്ലെങ്കിൽ ആ ബാത്റൂം ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ അത്രയെങ്കിലും ഒരു സമാധാനം കിട്ടുമായിരുന്നു. ചുമ്മാ ആണോ പിള്ളേരൊക്കെ പുറത്ത് പോകുന്നത്? ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ അല്ലേ കേൾക്കുന്നത്. എന്താ ചെയ്യുക? എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പുറത്തു പോയാൽ കൊള്ളാമെന്ന്.